ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടണത്. കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. കാരണം ഫാമിലി മൊത്തം ഒരു മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോസ് ഇങ്ങനെ നിറഞ്ഞിട്ടേ ഫോണിലൊട്ടും സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒക്കെ കളയാം. പക്ഷെ എന്നാലും എനിക്ക് കളയാനൊരു മനസ്സങ്ങോട്ട് വന്നില്ല. ഇതിപ്പോൾ യൂട്യൂബിൽ കിടക്കുകയാണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇപ്പോൾ ഇച്ചിരി സമയം കിട്ടുകൊണ്ട് ഞാൻ ഓർത്തു എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിടാം എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഞാൻ കുറച്ചാൾ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്. അന്ന് മാളു ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ ആയിരുന്നു അവൾ എത്തിയത്. ആൾ നല്ല മടുത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ അവൾ കാപ്പി കുടിച്ച് ഉടനെ കയറി കിടന്നു. ഇവളുടെ ഉറക്കത്തിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇവൾ പകുതി കണ്ണേ അടിക്കത്തുള്ളൂ. പേടിയാവും ചില സമയങ്ങളിൽ നമുക്ക്. ഇതാരാണ് കിടക്കണത്? ഇതാണോ ആദിക്കുട്ടൻ? അപ്പം ഈ സമയത്ത് ചെറുക്കൻ ഇവിടെ അമ്മയുടെ ഒപ്പം നിലത്ത് കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അന്നേരം ഇപ്പോൾ കൊച്ചിന് ഒരു 5 മാസം ആയിട്ടുണ്ടാവുള്ളൂ. 5 മാസം പകുതി ആയിട്ടുണ്ടാവും. കാരണം 6 മാസം ചോറ് കൊടുക്കൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചേട്ടൻ്റെ അടുത്തേക്ക് പിന്നെ പോയത്. ഇതെന്താണ് ഇവൾ വന്നിട്ട് എൻ്റെ കൂടെ കളിക്കാതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങണത് എന്നുള്ളൊരു ഭാവത്തിൽ കുറേ നേരം ഇങ്ങനെ നോക്കിക്കിടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പയ്യെ നീങ്ങി അടുത്ത് ചെന്നിട്ട് എണീപ്പിക്കാനൊക്കെ ആൾ ശ്രമിച്ചു. പക്ഷേങ്കിൽ ആന വന്ന് കുത്തിയാലും അവൾ എണീക്കില്ല. കാരണം അവൾ ഒരു കൊച്ചു പോത്തുംകുട്ടിയാണ്. അങ്ങനെ പാവം കുറേ പരിശ്രമങ്ങൾക്ക് ശേഷം അവൻ തന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഇളയ മകൾ വന്നുകൊണ്ട് നല്ല കപ്പയും മീൻകറിയൊക്കെ മാതാശ്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആശാൻ കുറുക്കൊക്കെ കുടിച്ച് ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ 2 പേരും. ഞാനിവനൊരു 4 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് മറ്റേ റാഗി കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറുക്കൊക്കെ കുടിച്ച് കുറച്ച് നേരം അച്ഛൻ്റെ ഒപ്പം ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുളിക്കാനായിട്ട് പോയിട്ടോ. വീട്ടിൽ ചെന്നാൽ പിന്നെ കൊച്ചിനെ അങ്ങോട്ട് ഫുള്ളായിട്ട് അമ്മ ഏറ്റെടുത്തോളൂ. പിന്നെ കഴിപ്പിക്കലും കുളിപ്പിക്കലും ഒക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ്. അവളും കൂടി ഉണ്ട്, പിന്നെ ഞാൻ ഫുൾ ഫ്രീ ആണ്. ഹലോ, എന്തെടുക്കാ? കുളിസിങ്ങാണോ? അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചേച്ചിയും ചേട്ടനും കൂടെ അങ്ങോട്ട് പോയി. പിന്നെ ഈ ക്രീം ഇടിക്കൽ ഡ്രസ്സ് ഇടിക്കലൊക്കെ എനിക്ക് തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ എന്നാലേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ. ഈ നിക്കറിൻ്റെയൊക്കെ നടുക്കുള്ള ഒരു വരയില്ലേ, അതൊക്കെ കൃത്യം നടുക്ക് തന്നെ വരണം. അങ്ങനെ കുറച്ച് വട്ടുകളുണ്ട്. അതങ്ങനെ ശരിയായിട്ടല്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. ഇതൊരു വലിയ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ ചേട്ടനെ ശുണ്ട്രമണിയാക്കിയിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു. അതിനാണ് ഈ തിരക്കിയിട്ട് അവനെ ഒരുക്കിക്കൊണ്ടിരുന്നത്. കാര്യം പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോകും വേണം, പക്ഷേ എങ്കിൽ ഇവനെ ഇങ്ങനെ വിട്ടിട്ട് പോണതും വിഷമമാണ്. എന്തൊരു കഷ്ടമല്ലേ. നേരത്തെയൊക്കെ ഇങ്ങനെ നടന്നിരുന്നതാ. തോന്നുന്ന ഇടത്തേക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഞാനാ ഇപ്പോൾ കയറില്ലാണ്ട് പിടിച്ച് കെട്ടിയേക്കുന്ന ഒരവസ്ഥയാണ്. എങ്ങോട്ടെങ്കിലും പോയാലും ഒരു വെപ്രാളമാണ്. അവൻ ഉറങ്ങിക്കാണുമോ, അവൻ വഴക്കായിരിക്കുമോ, അങ്ങനെ ഒരു 100 കൂട്ടം ചിന്തകളായിരിക്കും. എന്നുവെച്ചാൽ ഫുള്ളി നമ്മൾ എന്തിനാണോ പോകുന്നത് അതങ്ങോട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു മിക്ക അമ്മമാരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. എത്ര പെട്ടെന്നല്ല നമ്മുടെ പ്രയോറിറ്റീസും നമ്മുടെ ലൈഫ് ഫുള്ളി അങ്ങോട്ട് ചേഞ്ച് ആവുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ പാലാക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പിഴക് സിറ്റിയിൽ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കൊച്ചു വിജലംബിച്ച ഗ്രാമപ്രദേശമാണ്. പണ്ട് ഏന്തി തൂങ്ങി ഇടിച്ചു കുത്തി പൊയ്ക്കൊണ്ടിരുന്ന ബസ്സുകളാണ് ഇതൊക്കെ. അതിപ്പോൾ ഓർക്കുമ്പോൾ തോന്നുന്നു എത്ര രസമുള്ള കാലമായിരുന്നു അതൊക്കെയെന്ന്. ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റിലയൻസിലേക്കാണ് പോയത്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഷവർമ്മ കഴിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടു. കാരണം കുറച്ച് ദിവസമായിട്ട് ഷവർമ്മ കൊതി കയറി ഇരിക്കുമായിരുന്നു. പിന്നെ അതങ്ങോട്ട് തീർത്തു. ഒക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. നേരെ ബസ്സും പിടിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ പര്യവസാനിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.